നമസ്കാരം ഗൈസ്, സന്തോഷമാണ്. നമ്മളുണ്ടല്ലോ ഇന്ന് റബ്ബർ വെട്ടെല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെ നമുക്ക് റബ്ബർ വെട്ടാൻ കഴിഞ്ഞില്ല. അപ്പോൾ വയനാട്ടിൽ നിന്ന് കണ്ണൂരേക്ക് ട്രാവൽ ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് റബ്ബർ വെട്ടൽ വൈകുന്നേരം ചെയ്യാൻ കഴിയുള്ളൂ. അത് കാരണം വെയിലൊക്കെ ഒതുങ്ങിയതിന് ശേഷം നമ്മുടെ പാർട്ട് ടൈം ജോലിയായ റബ്ബർ വെട്ട് തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ കത്തിയൊക്കെ പരങ്ങിയിരിക്കുന്നുണ്ടാ. അപ്പോൾ നമ്മൾ ചെറിയതായിട്ട് വൈകുന്നേരം ഒന്ന് വേർക്കുകയൊക്കെ ചെയ്തു. കുറച്ച് കയറി ഇറങ്ങി, മലയുടെ മണ്ടയിൽ കൂടെ കയറി ഇറങ്ങിയുള്ള നടത്തമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് തോന്നി. നിങ്ങളെല്ലാം ഈ കർണാടകത്തിൽ നമ്മുടെ ബന്ദി പൂത്ത് നിൽക്കുന്നത് പാടാമല്ലിയോ എന്തായാലും പറയൽ, ആ സാധനം പൂത്ത് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അത് കാണാൻ വേണ്ടി ഇവിടുന്ന് കാഴ്ചയ്ക്കായിട്ട് പോയി ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കാറില്ലേ? അങ്ങനെ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ്, മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് പോകാൻ എനിക്ക് എന്തായാലും തരവില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ലീവിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ ഇത് ഇവിടെ തന്നെ വെച്ച് പിടിപ്പിച്ച് അതിനകത്തുനിന്ന് ഫോട്ടോ എടുത്താൽ എന്താണെന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ ബന്ദി പാകി അത് കിളിപ്പിച്ച്, പക്ഷേ അത് ഈ ഒരുപാട് കളകൾക്കിടയിൽ ചുറ്റും ഒരുപാട് കളകളുണ്ടായിരുന്നു. അതിൻ്റെ നടുക്ക് ഇത് നിന്നതിനാൽ ഇതിൻ്റെ വളർച്ച എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഗൈസ് ഒന്ന് പറയട്ടെ, ഇതെല്ലാം കൂടെ വളർന്ന് ഇത് കണ്ടോ ഈ കോലത്തിലായി. ഇത് കണ്ടോ, ഇത് ഏകദേശം എത്ര ഉണ്ടാവും? ഒരു 1 2 3 4 5 6 5 11 5 16 5 21 ഒരു 30 മൂട് ബന്ദിയെങ്കിലും കാണും. അവിടെ 2 എണ്ണം മാത്രം സിംഗിളായിട്ട് കണ്ടോ, 2 എണ്ണം മാത്രം സിംഗിളായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ബന്ദി ഇത് ഈ ഏരിയയിൽ ഞാൻ നട്ടേക്കുന്ന ഏരിയയിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് വെച്ചായിരുന്നെങ്കിൽ എനിക്ക് അവിടെ കണ്ട പോലെ ഒരു സംഭവം ഇവിടെ ക്രിയേറ്റ് ചെയ്യായിരുന്നു. കർണാടകത്തിൽ കണ്ട പോലെ ഒരു സംഭവം എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്യായിരുന്നു. പക്ഷേങ്കിൽ ഇത് കൂടി നിന്നാണ്ട്, നമ്മൾ പറയത്തില്ലേ ഈ വാഴയൊക്കെ കൂടി നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തടകൾക്കൊന്നും വണ്ണം ഉണ്ടാവില്ല, അത് നേരെ പൊന്തി സ്കെൽറ്റായിട്ട് മേലോട്ട് പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ കാരണവന്മാർ? എന്ന് പറഞ്ഞ പോലെ തന്നെ, കാരണവന്മാർ പറഞ്ഞ പോലെയല്ല, ശരിക്കും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഒരു സാധനം കൂടി നിന്നാൽ എന്താവും, അത് പിന്നെ സ്കെൽറ്റായിട്ടേ വളരുള്ളൂ. കാരണം ചേർന്ന് അടുപ്പിച്ച് നിൽക്കുമ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ, ജലാംശവും മറ്റു കാര്യങ്ങളും സൂര്യപ്രകാശവും ഒന്നും ലഭിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയാകുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, ഇതേപോലെ ബന്ദിയുടെ ചെടി കൊണ്ടുവന്ന് ലൈൻസായിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ ദുരിതം പിന്നെയും വേറെ ആർക്കും ഉണ്ടാകരുത്. പൊട്ടത്തരെന്ന് പറയാൻ കഴിയില്ല. ഞാനിത് വെച്ചത് പിന്നെ ഇത് ചുറ്റും കാടായിരുന്നു. ഇത് നടുക്കുന്നുണ്ടായി വന്നപ്പോഴത്തേനും ഈ കാട് കഴിഞ്ഞ ഇടയ്ക്കാണ് ക്ലിയർ ചെയ്തത്. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പൂവായി. അപ്പോൾ അത് വൃത്തിയിൽ വെച്ചായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എനിക്ക് നിങ്ങളോട് ഈ കഥ പറയായിരുന്നു. പക്ഷേങ്കിൽ എന്താ പറയുക, ചില സാഹചര്യത്തിൽ അതങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഇതേപോലെ ഇതുണ്ടോ, കുറച്ച് ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം ഇതേപോലെ നല്ല കളർഫുള്ളായിട്ട് കണ്ടാ, കളർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കും കണ്ടാ. നല്ല സ്റ്റൈലില്ലേ ഗൈസ്, സ്റ്റൈലില്ലേ? എങ്ങനെയുണ്ട്? ഇതിൻ്റെ ആ ചെടിയുടെ ഭംഗി കൂടത്തിൽ നമ്മളെ ഭംഗി കൂടി ഉൾപ്പെടുന്നു എന്ന് മാത്രം. നമുക്ക് ഭംഗിയൊന്നുമില്ല കേട്ടോ. ചെടി അടിപൊളിയല്ലേ? സെറ്റല്ലേ? ഓക്കെ, അടിപൊളി. ഓക്കെ, ബൈ.